പപ്പ പപ്പ വന്നിട്ട് 10 മിനിറ്റായി. മോളെന്താ വരാഞ്ഞേ? ഞാൻ വിഷ്ണുവിനോട് ഓഫീസിലെ കുറച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അവനിപ്പോഴും ഓഫീസിലേക്കൊക്കെ പോകുന്നുണ്ടോ? അവൻ വർക്കിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡാ പപ്പ. ഡെഡിക്കേറ്റഡ് ഒക്കെ ശരി, തുച്ഛമായ ശമ്പളമല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ. എന്തു പപ്പ? ഞാൻ മോൾ കുറച്ച് ക്യാഷ് തരട്ടെ? വേണ്ട. തുച്ഛമായ പൈസ കൊണ്ട് മോൾ എങ്ങനെ ജീവിക്കാനാ? ഇതിലും കുറവ് സാലറി ഉള്ളവർ ജീവിക്കുന്നില്ലേ പപ്പ? അതൊക്കെ ഉണ്ടാവും, പക്ഷെ എൻ്റെ മോൾ എങ്ങനെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ട് പപ്പ. ഇത്രയും ലേറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു പപ്പ ഇനി വരത്തില്ലെന്ന്. വരില്ലായിരുന്നു, വരേണ്ടി വന്നു. എന്താ പപ്പ? നാളെ എനിക്ക് വരാൻ പറ്റില്ലല്ലോ. നാളെ എന്നല്ല. എന്താ പപ്പ? പപ്പ വല്ല ബിസിനസ് മീറ്റിന് പോവാണോ? ഞാൻ ഇങ്ങോട്ട് വരില്ല മോളെ. പപ്പ മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും പപ്പയെ വിളിക്കാൻ മടിക്കരുത്. ഇപ്പൊ എനിക്ക് പപ്പയെ കാണാന്നുള്ളതല്ലാതെ വേറെ വലിയ ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം മമ്മി ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. സാറില്ലെന്ന പപ്പ പോയിക്കോ. മോള് പപ്പയെ വിളിക്കില്ലേ? എന്റെ പപ്പ ഞാൻ വിളിക്കാണ്ടിരിക്കുവോ? പപ്പ, ഞാൻ നിങ്ങളെയൊക്കെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ശപിക്കല്ലേ. അമ്മ ഇതിനിപ്പോ രാത്രി ക്യാബേജ് അറിയണേ തോരനുണ്ടാക്കാൻ പോന്നോ? അരി വെച്ചാൽ ഉപയോഗിക്കാമല്ലോ. അതിന് കരയണ എന്തിനാ അരിയുമ്പോ? കരയണം. പിന്നെ ഇതെന്താ കരയുമല്ലേ? ആ, കണ്ണീരല്ലേ. അമ്മയ്ക്ക് എന്താ അമ്മേ? അമ്മ പോയി ഇവിടുത്തെ ജോലിക്ക് ഞാൻ ചെയ്തോളാം. നിന്നേ അവിടെ വെക്ക്. വിട്. വിടുന്നാ? എന്ത് വിടുന്ന്? അമ്മ എന്തിനാ കരയണേ? ആര് കരഞ്ഞ്? ഞാൻ കരഞ്ഞില്ലെന്നേ. ചേച്ചി രാത്രി ഒരാളൊന്ന് ക്യാബേജ് അരിയുന്നു. നാളെ തന്നെ തോരനായിരിക്കും. അപ്പൊ ഈ കരകളൊന്നും കരയണം എന്തിനാ? വിഷ്ണുവിടെ പോയി ചേട്ടൻ വിളിച്ചോണ്ടോന്ന്. ഓ, ഉണ്ടാ അപ്പൊ ഇവിടെ? പിന്നെ ആ ചേട്ടൻ ഇവിടുന്ന് എവിടെ പോവാനാ? അമ്മ നാളെ ഓഫീസിൽ പോകുന്നുണ്ടോ? ഓഫീസിലാ. ഓഫീസിൽ നിന്ന് കേട്ടിട്ടില്ലേ? അമ്മ നാളെ എന്തായാലും ഓഫീസിൽ പോയേ പറ്റൂ. അമ്മ ഇവിടെ ഇങ്ങനെ കയറിയിരിക്കാൻ പറ്റത്തില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോവാ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോവാന്നാ പറ്റൂല. നിനക്ക് എന്നെ ഇവിടെ നിന്ന് ഓടിക്കണോ അല്ലേ? അമ്മ മിണ്ടായിരുന്നോട്ടെ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. ആ, ഇതാണ് എല്ലാവർക്കും എന്നോടാണ് ദേഷ്യം, വേറെ ആരോടും എങ്ങനെ ദേഷ്യം വരാതിരിക്കും? പിന്നെ ഈ കിടന്ന് കാണിക്കണോട്ടോ എനിക്ക് പ്രാന്തായി തുടങ്ങി. വെറുതെ ഇരിക്കുമ്പോ കരയുന്നു, വെറുതെ ഇങ്ങനെ വിഷമിച്ചിരിക്കണു. എന്താണിത്? ഡേഡി എന്തോന്ന് നീ അമ്മയടുത്ത് നീ ചൂടാവണത്? എന്നൊരു കാര്യം ചെയ്യാം, ചേട്ടൻ അടുത്ത് വന്ന് സമാധാനിപ്പിക്കും. വേണ്ട, അവരെന്നോട് ദേഷ്യമാണ് ഇപ്പൊ. എന്ത് ദേഷ്യം? എന്തോന്നമ്മ പറയണത്? നിനക്ക് മാത്രല്ലടാ, ആ കൊച്ചിനും എന്നോട് ദേഷ്യമാണ്. അമ്മ എന്തോന്നൊക്കെ അമ്മ പറയണത്? ഇപ്പൊ എല്ലാരും ഓരോരുത്തർ പറഞ്ഞു പറഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത് ദേഷ്യം കാണിക്കണത്. ഞാൻ കല്യാണം കഴിച്ചോടെ അച്ഛൻ ഓടി, അമ്മ സ്വഭാവം മാറി, സഹോദരങ്ങൾ മൊത്തം ശത്രുക്കളായി. ഇതിപ്പോ ഞാൻ വിളിച്ച് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാരും ഹാപ്പി ആയിരിക്കണം അല്ലേ? കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് വന്നതാണ്. അസുരേ, അമ്മ അമ്മ റൂമിലോട്ട് വാ, നമുക്ക് അവിടെ ഇരിക്കാം, എൻ്റെ റൂമിലിരിക്കാം, എന്നിട്ട് അവളായിട്ട് സംസാരിക്കാം. വാ അമ്മ. അമ്മ അമ്മ വാ അമ്മ. കരയണെന്തിനാ അമ്മ? വാ. വേണ്ട മോനെ, അമ്മ ഒരു സംശയം ചോദിക്കട്ടെ? എന്താ? അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചാ പാറുവിനെ അപ്പൂനെ അമ്മൂമ്മ നോക്കുവോ? എന്തോന്നൊക്കെ അമ്മ പറയണത്? എന്തോന്നടി അമ്മ? എന്തിനു കരയണം? എന്തുമാ കരയില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ് ചെയ്തു തരുമോ? പറമ്പ് എന്താ ചെയ്യാല? ഒരു വണ്ടി വിളിച്ചിട്ടേ
നമ്മളെ ഹരിപ്പാട് ചോലരത്തലയിലെ വല്യമ്മ ഉണ്ടല്ലോ, അവിടെ നിന്ന് കൊണ്ടാക്കൂ. ഇതെന്തുറ്റമ്മ പെട്ടെന്ന് ഇങ്ങനെ ഹരിപ്പാട് പോണോന്ന്? പടവലത്ത് പോയാ അവിടെ അച്ഛനമ്മയ്ക്കൊന്നും തന്നെ ഇഷ്ടപ്പെടില്ല ഇപ്പൊ. ഈ ഹരിപ്പാട് ചോലരത്തലയുടെ വല്യമ്മയുടെ വീട്ടിലേ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പോയി നിൽക്കലുണ്ട് വെക്കേഷന്. ഭയങ്കര രസാ. അവിടെ കുളമുണ്ട്, പാടമുണ്ട്. നമ്മുടെ പടവലത്തെ പോലെ തന്നെയാണ് അവിടെ. ആ പാടത്തിന്റെ വരമ്പത്തൂടെ അങ്ങ് അറ്റത്ത് മറ്റേ അക്കരെ കരയ്ക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഹരിപ്പാട് ക്ഷേത്രമില്ലേ, അവിടെ കയറി തൊഴാൻ പറ്റും. കൊണ്ടാക്കൂ. വല്യമ്മയെ കാണാൻ കൊതിയാവണം. നിങ്ങൾ എന്നെ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നോ, ഞാൻ അവിടെ നിന്നോളാം ഒരു 2 ദിവസം. അത് നമുക്ക് എന്തായാലും ആലോചിക്കാമേ. വല്യമ്മയ്ക്ക് ഇനി എത്ര കാലമുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റുമല്ലേ? ഷേ അമ്മ, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ദീർഘായുസല്ലേ? എനിക്ക് കാണുമായിരിക്കും അല്ലേ ദീർഘായുസ്. നീ എന്താ വെച്ചാ നോക്കണത്? ഒന്നുമില്ലമ്മേ. നിനക്കെന്നോട് ദേഷ്യമാണല്ലേ? എനിക്ക് എന്തിനാ നീലമ്മ ദേഷ്യം? എനിക്കറിയാം ദേഷ്യമുണ്ടെന്ന്. നിങ്ങളെപ്പോഴാ ഇവിടെ നിന്ന് മാറി താമസിക്കണേ? ആരും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണമെന്ന് ആരും അങ്ങോട്ടും പോകണില്ല. ഇനിയിപ്പൊ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ അമ്മേനെ കൊണ്ടല്ലേ പോകത്തുള്ളൂ. എന്തോന്നടേ ഇത്? അമ്മ വരുമ്പോ ഒരു കൊച്ചു പിള്ളേരെ പോലെ അല്ലേ അമ്മ? അമ്മ ഈ വീടിന്റെ ആൻ ലേഡിയല്ലേ? എന്തോ നമ്മ ചെറിയൊരു പ്രശ്നം വന്നപ്പോ തന്നെ ബോൾനെസ് ഒക്കെ അങ്ങ് പോയാ. ഡി നമുക്കേ എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തോട്ട് പോയാലാ? എന്ത് പറയണ? ഐഡിയ കൊള്ളാം, പോവാം. അല്ല, ഈ രാത്രി എവിടെ പോവാനാ? എങ്ങോട്ടേലും പോവാന്ന്. നമുക്കല്ല ബീച്ചിന്റെ ഒക്കെ സൈഡിലൊക്കെ പോയിരിക്കാം. ആ, അത് പൊളിക്കും. ഓക്കെ അല്ലേ? പിന്നെ ഓക്കെ. അമ്മ ഒരു കാര്യം ചെയ്യും, റെഡിയാവും. അതെ പെട്ടെന്നാവട്ടെ. എല്ലാരും പെട്ടെന്ന് റെഡി ആവണം. അധികം സമയമൊന്നുമില്ല. 1.5 മണിക്കൂറിനുള്ളിൽ റെഡി ആയിരിക്കണം. അച്ഛൻ പറയണ പോലെ സിനിമ നേടിയ പോലെ സാരി കൊടുത്തിട്ട് അണിഞ്ഞൊരുങ്ങിരുവാ. കമോൺ. കരയില്ലമ്മ. അമ്മ സാരല്ല നീലമ്മ. കരയില്ലമ്മ. എന്തിനമ്മ കരയണത്?